മനസ്സിലേ ഈ സ്കൂളിലാണ് പഠിക്കുന്നത് അൽ ഫറൂഖിൽ? എവിടെയാ വീട്? ഓമാനൂർ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നിൽക്കുന്നത്? കുറച്ച് ആയിട്ട് ഇവിടെ ഈ എത്തിങ്ങാനയിൽ നിന്ന് പഠിക്കുകയാണ്. ഓർഫനേജിലെ നിർധനരായ കുടുംബം, ഓർഫൻ കുട്ടിയാണ്. ചരിത്രപ്രസിദ്ധമായ ഓമാനൂർ ആണ് അവൻ്റെ നാട്. ഇവിടെ ഇവിടെ നിന്ന് പഠിക്കുന്ന സൗകര്യം ഈ സ്ഥാപനം എത്തിങ്ങാന ഒരുക്കിയപ്പോൾ ഇവിടെ നിന്ന് പഠിക്കുകയാണ്. സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ്. പക്ഷേ കളിയിൽ അപാര ടാലൻ്റാണ്. ക്രോസ് ബാർ ആയാലും അവൻ്റെ ഡ്രിബിളിംഗ് ആയാലും അവൻ്റെ പാസിംഗ് ആയാലും അവൻ്റെ കഴിഞ്ഞ കളികളിലൊക്കെ പ്രകടനങ്ങൾ ഭയങ്കര. നേരത്തെ തന്നെ കിക്കൊക്കെ കണ്ടില്ലേ, അത്രയും പെർഫെക്ഷൻ ആക്യുറസി പ്ലെയറാണ്. അപ്പോൾ വളരെ പാവപ്പെട്ട ഒരു ഇതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വളരെ ഈ ഫുട്ബോൾ മേഖലയിലൊക്കെ ഇങ്ങനെ ഈ വഴിയിൽ നിൽക്കുന്നത്. നിങ്ങൾ മാഷാണോ ട്രെയിൻ ചെയ്തത്? ഒരു 2 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. നല്ലൊരു അത്ലറ്റാണ്. മലപ്പുറം ജില്ലയുടെ മീറ്റർ റെക്കോർഡ് ഹൈ ജമ്പിൽ 155 ആണ്. ആ 155 153 എടുത്ത ആളാണ്. അടുത്ത വർഷം തീർച്ചയായിട്ടും സബ് ജൂനിയർ വിഭാഗത്തിൽ ജില്ലാ മീറ്റർ റെക്കോർഡ് തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനത്തിലാണ്. ഹൈ ജമ്പ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മീറ്റർ റെക്കോർഡായ 155 എടുക്കുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. പ്രാക്ടീസിലാണുള്ളത്. ഞങ്ങളെ സ്കൂളിന് ബെഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത സ്കൂളിലേക്ക് എൻ്റെ റിസ്കിൽ 2 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹ്രസ്വദൂര ഓട്ടക്കാരനാണ്. 100 മീറ്ററിൽ റെക്കോർഡൊന്നും വന്നിട്ടില്ലെങ്കിലും ഭാവിയിൽ വരും. 100 മീറ്റർ സ്പ്രിന്റ്, അതുപോലെ തന്നെ ഹൈ ജമ്പ്, അതുപോലെ ഫുട്ബോളിലെ ഫോർവേഡ് പൊസിഷനിലുമാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ്, ഒരു യതീമാണെന്നുള്ള രീതിയിൽ ഇവിടെ പഠനം. ഞാൻ എന്താണെങ്കിലും എൻ്റെ ഇതിൽ വോളിൽ പോസ്റ്റ് ചെയ്യാം. നമുക്ക് അവൻ്റെ ക്രോസ് അടി ഒന്ന് കാണാം. ക്രോസ് ബാറിന് മനസ്സിലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് അടി. അൻസിലെ എൻ്റെ FB പേജ് അറിയോ? ഇല്ല, മുബഷിർ പണങ്ങോട് നിന്നാണ്. അൻസിലെ എൻ്റെ ഫോളോവേഴ്സ് കാണുകയാണെങ്കിൽ അൻസിലിന് എന്താ അവരോട് പറയാനുള്ളത്? ബൂട്ടാണോ വേണ്ടേ? ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ തരികയാണെങ്കിൽ ഞാൻ അറിയിക്കും കേട്ടോ അൻസിലിനെ. ഓക്കെ, ശരി, നന്നായി പഠിക്കണം കേട്ടോ. റൈറ്റ്.